അസ്സലാമലൈക്കും, വെൽക്കം ടു സൂസ് പെപ്പി ക്യാൻഡി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റംസാൻ ആശംസകൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബട്ടർ ചിക്കൻ സമോസ. ഭയങ്കര ടേസ്റ്റിയാണിത്. ഞാനിവിടെ കാണിക്കുന്ന മെഷർമെൻറ്റ്സ് 250 ഗ്രാംസ് ചിക്കനുള്ള മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ. ഞാനിവിടെ അതിൽ കൂടുതൽ ചിക്കൻ എടുത്തിട്ടുണ്ട്, പക്ഷേ കുറച്ചുണ്ടാക്കി ഫ്രീസ് ചെയ്യാനും കൂടെ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ 250 ഗ്രാംസിന് കണക്കായിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 250 ഗ്രാംസ് ബോൺലെസ് ചിക്കനിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, അല്പം ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, കസൂരി മേത്തി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ബട്ടറും ചേർക്കാം കേട്ടോ. അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടൊമാറ്റോ വലുതാണെങ്കിൽ ഒരെണ്ണം വലുത് മതി, സവോള ചെറുതെടുത്താൽ മതി കേട്ടോ. അത് രണ്ടും ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനകത്തേക്ക് നമുക്ക് ഒരു 4-5 കാഷ്നട്ടോടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, ഓപ്ഷണലാണ്. പക്ഷേ കാഷ്നട്ട് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് ഇത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നന്നായി കുക്ക് ചെയ്ത് കഴിയുമ്പോൾ തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കുക. ഒരു പാനിൽ ഒരല്പം ബട്ടർ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റില്ലേ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സാധാരണ ബട്ടർ ചിക്കൻ്റെ പോലെ ഒരു ഗ്രേവി ടൈപ്പ് വേണ്ട, ഒന്ന് തിക്കായിട്ടിരിക്കുന്നൊരു ഫില്ലിങ്ങാണ് വേണ്ട. അതെല്ലാം കൂടെ ഒന്ന് മിക്സായി ഒന്ന് തിക്കായി വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം കസൂരി മേത്തി കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം ഉപ്പും പഞ്ചസാര ഒരു നുള്ളു ഇട്ടാൽ മതി കേട്ടോ, ആ ഒരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ. ഇത് രണ്ടും കൂടി ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫാക്കി തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സമോസയ്ക്കായിട്ടുള്ള ഷീറ്റ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ മൈദാമാവിലേക്ക് 1 കപ്പ് മൈദാമാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ളൊരു മാവ് കുഴച്ചെടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് ഓൾറെഡി ഇത് ചെയ്തതിന് ശേഷം മാത്രം ഫില്ലിംഗ് ഉണ്ടാക്കാൻ പോവുക കേട്ടോ. എന്നിട്ട് ഓരോ തിൻ ഷീറ്റ്സ് ആയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. ഇനി ഇവിടെ ഞാൻ ഒരു ഈസി ഫോൾഡിങ് ടെക്നിക്കും കൂടെ കാണിക്കുന്നുണ്ട്, സമോസ ഈസി ഫോൾഡിങ് ടെക്നിക്കും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഷീറ്റും 4ആയിട്ട് ഇതുപോലെ മുറിക്കുക. എന്നിട്ട് അതിന് ഈ ഒരു പീസ് എടുക്കുക. ഒരു പീസിലേക്ക് നമുക്ക് ഫില്ലിംഗ് നടുക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആർക്ക് ഷേപ്പിലിരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഒന്ന് മുകളിലേക്ക് കൊണ്ടുപോകുക, 2 ഭാഗം കൂടെ പിടിച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ. വേണമെങ്കിൽ നമുക്ക് 4 സൈഡിലും കുറച്ച് വെള്ളം നനച്ച് തൊട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാ സൈഡും, മുകളുടെ സൈഡും ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എല്ലാ സൈഡും നമുക്ക് സീൽ ചെയ്യണം. നന്നായി സീൽ ചെയ്യുന്ന ഉറപ്പുവരുത്തുക. ഒരു ഹോളൊന്നും പാടില്ല. ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് എണ്ണ കയറും. അപ്പോൾ നമ്മുടെ സമോസ ഭയങ്കര ഓയിലി ആയിരിക്കും. അതുപോലെ നമ്മൾ ഏത് ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോഴും ഫില്ലിംഗ് ഒത്തിരി ലൂസായിട്ട് ഉണ്ടാക്കരുത്, കുറച്ച് തിക്കായിട്ട് തന്നെ ഉണ്ടാക്കുക. സമോസയ്ക്കായാലും അങ്ങനത്തെ ഫ്രൈ ചെയ്യുന്ന ഏത് ഐറ്റംസിനും ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ഉണ്ടാക്കുക. അതല്ലെങ്കിൽ അതും എണ്ണ കുടിക്കാനൊരു റീസൺ ആകും. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഫ്രീസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൂടായ എണ്ണയിലേക്ക് സാധാരണ സമോസ വറുത്തെടുക്കുന്ന പോലെ വറുത്തെടുക്കാം. ഞാൻ ഇതിന് മുമ്പ് ഒരു ബട്ടർ ചിക്കൻ ലൂപ്സ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെയിം റെസിപ്പി തന്നെയാണ്, പക്ഷേ സമോസ ഫോൾഡിങ് ടെക്നിക്കും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആൻഡ് ക്രീമി ബട്ടർ ചിക്കൻ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ വീഡിയോ. ബൈ.